കോളേജിൽ ചെന്ന് ഇത്രയും ഉത്സാഹം കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ പന്തികേടുണ്ടല്ലോ. അല്ലെ പിന്നെ ഉറക്കവും തൂങ്ങി തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന ഞാനാ. ഇന്നത്തെ ജില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്തൊരു കളത്തരം കാണിക്കാൻ പോവാ. നാട്ടിലെ 3 വർഷത്തെ കോളേജ് ജീവിതത്തിലും ഇവിടുത്തെ ഇപ്പത്തെ 4 മാസത്തെ കോളേജ് ജീവിതത്തിലും ക്ലാസ്സിൽ പോകാത്ത വീട്ടിൽ കിടന്നുറങ്ങിയാലും ഒരിക്കൽ പോലും ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല. നട്ടുച്ചക്കത്തെ വെയിൽ 20 മിനിറ്റ് നടന്ന് ബസ്സിൽ കയറി പകുതി എത്തിയപ്പോ അതിനെ വേറെ ഏതോ ഒരു വണ്ടി ചെറുതായിട്ട് വന്നു മുട്ടി. അതിന്റെ പേരിൽ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെയും കുറെ നടന്ന് അടുത്ത ബസ് പിടിച്ച് ആ പൊള്ളുന്ന വെയിലിലും ചൂടിലും പലരോടും വഴിയൊക്കെ ചോദിച്ചു അവിടെ എത്തിയപ്പോ ഒരു പറയാ കടയിന്ന് ക്ലോസ് ആണെന്ന്. അല്ല ഞാൻ എന്തിനാ പോയെന്ന് പറഞ്ഞില്ലല്ലോ. ബിയർ കുടിക്കാനാണ് ഞാൻ കഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന് പോയത് തന്നെ. ഓ അങ്ങ് ചെന്നപ്പോ അവള് ബിയർ അടിയൊക്കെ തുടങ്ങി. എന്നാ അങ്ങനെയല്ല ഗീസ് കാര്യങ്ങളുടെ കിടപ്പ്. ഞാൻ പോയത് നമ്മുടെ ഹാരി പോട്ടറിലെ ബട്ടർ ബിയർ കുടിക്കാനാണ്. ആശിച്ച് കാത്തിരുന്ന് അങ്ങനെ ആദ്യമായിട്ട് ക്ലാസ്സും കട്ട് ചെയ്ത് പോയപ്പോ ദേണ്ട കിടക്കുന്നു. അത്രയും ആഗ്രഹിച്ച് ബുദ്ധിമുട്ട് പോയുണ്ട്. ഷോപ്പ് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ലാണ്ടായി. പിന്നെ ചേട്ടനെ വിളിച്ചിരുന്ന നടുറോഡ് ഇരുന്ന് കരഞ്ഞു. ബട്ടർ ബിയർ കിട്ടാതെ ഇവിടുന്ന് ഒരു അടിപൂരം അനങ്ങത്തില്ല എന്ന് പറഞ്ഞ് വലിയ ഡയലോഗ് ഒക്കെ അടിച്ച് ഫോൺ വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ റോഡൊക്കെ വായി നോക്കിയിരുന്നപ്പോ വെളിവ് വന്ന്. ഇപ്പൊ തിരിച്ച് കോളേജിൽ പോയാൽ ഒന്നുമില്ലെങ്കിൽ അറ്റൻഡൻസ് എങ്കിലും കിട്ടും. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ഒന്നും വാങ്ങാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് രാത്രി കടന്ന് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ പിന്നെ അടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ കയറി ബ്രൗണി വാങ്ങിച്ചു. അതിന് ഓരോ കടി കൊടുക്കുമ്പോഴേ എന്റെ മനസ്സിനറിയാം ഇത് ഞാൻ ബട്ടർ ബിയർ കുടിച്ചോണ്ടിരിക്കേണ്ട സമയമായിരുന്നു എന്നാണ് ഓർത്തോണ്ടിരുന്നത്. പിന്നെ റോഡിൽ നിന്ന് തന്നെ ബ്രൗണിയും കഴിച്ചു ചേർത്തിട്ട് അടുത്ത ബസ് പിടിച്ച് കോളേജിൽ എത്തി. പിന്നെ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി ക്ലാസ്സിലുള്ള പിള്ളേരുടെ എല്ലാം കൂടെ കുറച്ചേരം വായി നോക്കാൻ പോയി. സാധാരണ വായി നോട്ട് എനിക്കൊരു ആനന്ദം തരുന്ന പരിപാടിയാണെങ്കിലും ഇന്ന് മൊത്തത്തിൽ ഒരു മൂകതയും മ്ലാനതയായിരുന്നു. മനസ്സ് നിറയെ കുടിക്കാൻ പറ്റാതെ പോയ ബട്ടർ ബിയർ. അങ്ങനെതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും ഷോക്ക് അടിച്ചാണ് വീട് വരെ എത്തിയത്. ഒന്ന് ഉറങ്ങി എഴുതിക്കുമ്പോഴേക്കും സങ്കടം മാറുമായിരിക്കും. രാവിലെ എങ്ങനെ തുള്ളിച്ചാടി കോളേജിൽ പോയ കൊച്ച അപ്പ വല്ലതും അറിയുന്നോ തിരിച്ച് ഷോക്ക് അടിച്ച് വീട്ടിൽ വരാനാണെന്ന്.